ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയും ഒരു ചെറിയ കഷ്ണം മത്തങ്ങയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ പീസസ് മതി, ഒരുപാട് വലിയ പീസൊന്നും എടുക്കണ്ട. ഇതുപോലെ ഒരെണ്ണം അത് നമുക്ക് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ അരിയൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം കുറച്ച് വലിപ്പമുള്ള പീസാക്കി കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് ചെറിയ പീസാക്കണ്ട, കുറച്ച് വലിപ്പമുള്ള പീസാക്കിക്കോട്ടെ. കാരണം ചെറിയ പീസായി കഴിഞ്ഞാൽ വെന്തങ്ങ് ഉടഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് വലിയ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് ആദ്യം തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം പിന്നീട് കഴുകരുത്, അതിൻ്റെ ഗുണങ്ങളൊക്കെ പോവും. അപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഒരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. രണ്ടും ഏകദേശം ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെയുള്ള പീസസ് ആക്കി കട്ട് ചെയ്ത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാടങ്ങ് എരിവ് വേണ്ട. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയുടെ അളവ് ഒരുപാട് കൂടരുത്. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവങ്ങ് ഒരുപാട് കൂട്ടണ്ട. ഒരു പച്ചമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ. വെന്തങ്ങ് ഒരുപാട് ഉടയരുത്, എന്നാൽ നന്നായി വേവുകയും വേണം, ആ ഒരു പരുവം. വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ടാൽ മതി, പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ. നല്ലപോലെ ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് അടച്ചും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മുടെ കുമ്പളങ്ങയ്ക്കും മത്തങ്ങയ്ക്കും ഒന്നും അധികം വേവുള്ളതല്ല. ഒന്ന് ആവി കയറിയാൽ തന്നെ, ഒന്ന് തിളച്ച് ആവി കയറിയാൽ തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്നായി വരുന്ന സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് തിള വന്നാൽ മതി, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അടച്ച് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആവുന്ന സമയം കൊണ്ട് നമുക്കൊരു പാൻ വയ്ക്കാം. ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പച്ചരിയാണ് കേട്ടോ. പുഴുങ്ങലരിയല്ല, പച്ചരിയാണ്. ഞാൻ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് ഒന്ന് അരിച്ചെടുത്തതാണ് കേട്ടോ. വെള്ളം കളഞ്ഞിട്ടെടുത്തതാണ്. 1 ടീസ്പൂൺ എടുക്കണം, അളവ് ഒരുപാട് കൂടരുത്. 1 ടീസ്പൂൺ മതി. ഒരു 1/4 ടീസ്പൂൺ ഉലുവ. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടണം. ഇങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ പച്ചരിയാണ് കേട്ടോ ചേർക്കുക, ചോറ് വയ്ക്കുന്ന അരിയല്ല ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. നിങ്ങളുടെ എരിവിനനുസരിച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എരിവിനനുസരിച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടല്ല ചെയ്യുന്നത് കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതങ്ങ് കരിയുന്ന പോലെ ആവും. ആ ഒരു ടേസ്റ്റ് ഡിഫറൻസും ഒക്കെ വരും കേട്ടോ. അപ്പോൾ ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു പച്ചമുളകും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം എരിവുണ്ടാവും. അധികം എരിവ് വേണ്ടാത്തവർക്ക് ഒന്നുകിൽ പച്ചമുളക് ചെറുതാക്കാം, ഒരു ചെറിയ പച്ചമുളക് ചേർത്താൽ മതി. അല്ലെങ്കിൽ അധികം എരിവില്ലാത്ത മുളക് ചേർക്കുക. അതല്ലെങ്കിൽ വറ്റൽമുളകിൻ്റെ അളവ് കുറയ്ക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വെന്ത് വരുമ്പോൾ അതൊന്ന് മാറ്റി വെച്ച് ഒന്ന് തണുത്ത് വരട്ടെ, വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മത്തങ്ങയും കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു 3/4 ഗ്ലാസ് വെള്ളത്തിൽ നേരടി പിഴിഞ്ഞ് വെച്ചു. ഞാൻ അതിൻ്റെ 1/2 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഒന്ന് ചൂടാറി കഴിയുമ്പം പൊടിച്ചെടുക്കാം. പുളി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കണം, കാരണം ഓരോരുത്തർക്കും പുളിയുടെ അളവ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക, പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് തിളയ്ക്കട്ടെ. ആ പുളിയുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം. എന്നിട്ട് നമ്മുടെ ഈ കഷ്ണങ്ങളിലേക്കൊക്കെ നന്നായിട്ട് പുളി പിടിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ ഒരു കറി മതി ചോറിനാൻ കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ റെസിപ്പിയാണ്. ഇത് നന്നായിട്ട് തിളച്ച് ആ പുളിയുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കൊരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുക കേട്ടോ. ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക സ്വാദാണ്. ഒരു ചെറിയ കഷ്ണം മതി. അധികം ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താലും മതി. ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ചേർത്താൽ നല്ലൊരു സ്വാദാണ് കേട്ടോ. ആ പുളിവെള്ളം നന്നായിട്ട് തിളച്ച് ആ പുളിയുടെ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ വേണം ശർക്കര ചേർത്ത് കൊടുക്കാൻ. ആ ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ ഇത് കുറച്ചൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു ഇത്തിരി തേങ്ങ, പീസായുള്ള തേങ്ങയാണ് കേട്ടോ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം
ഒരു അരപ്പിടി ആ ഒരു രീതിയിൽ ഇട്ടാൽ മതി. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോഴത്തേന് ബാക്കിയും കൂടെ ഒന്ന് പൊടിഞ്ഞു കിട്ടും. അതിനുശേഷം സ്വല്പം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ, മഷി പോലെ അരച്ചെടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി മതിയാവും. ആദ്യം നമ്മുടെ വറുത്തതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം വേണം തേങ്ങ ചേർക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ അത് ശരിക്ക് പൊടിഞ്ഞു കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് അരിയും മുളകും എല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വേണം തേങ്ങ ചേർത്ത് അരയ്ക്കാൻ. ഒരു പിടി തികച്ചെടുക്കണ്ട, നമ്മുടെ കൈക്കൊരു പിടി ഉണ്ടല്ലോ, അതിനൊരു അരപ്പിടി എടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അരപ്പ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ചെറുതായിട്ട് 1-2 പീസൊന്ന് ഉടച്ചു കൊടുത്തു കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് തിളച്ച് ആ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ കേട്ടോ. ഒരുപാട് നേരം ഇട്ട് വെട്ടി തിളപ്പിക്കുകയൊന്നും വേണ്ട. ബാക്കിയൊക്കെ ഓൾറെഡി നമ്മൾ വറുത്തെടുത്തതാണ്. അപ്പോൾ ആ തേങ്ങയുടെ ഒരു പച്ചക്കുത്തുണ്ടാവും, ആ റോ ടേസ്റ്റ് അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതൊന്ന് മാറിക്കഴിയുമ്പോൾ ഇത് ഒരുപാട് അങ്ങ് ലൂസാക്കുന്ന ഒരു കറിയല്ല, എന്നാൽ അധികം തിക്കായിട്ടും ഇരിക്കില്ല, ഒരു മീഡിയം പരുവം. ഇപ്പോൾ ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. എന്നിട്ട് നമുക്ക് കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് വേണം എന്നുണ്ടെങ്കിൽ കറിവേപ്പില കൂടിയൊക്കെ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ താളിപ്പ് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ, വറുത്ത വറ്റൽമുളകിൻ്റെയും അരിയുടെയും അതുപോലെ തന്നെ നമ്മൾ വറുത്തിടുന്ന വെളിച്ചെണ്ണയുടെയും എല്ലാം കൂടി, ആ ഉലുവയുടെ എല്ലാം കൂടി ചേർത്ത് ഒരു പ്രത്യേക സ്വാദാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ എടുക്കുക കേട്ടോ. ഒരുപാട് തിക്കാക്കുകയും ചെയ്യരുത്, ഒരുപാട് അങ്ങ് ലൂസാക്കുകയും ചെയ്യരുത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ലൊരു പ്രത്യേക സ്വാദാണ്. സാധാരണ നമ്മുടെ പുളിങ്കറി പോലെയല്ല, അതൊരു പ്രത്യേക ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. പുളിയൊക്കെ ഒഴിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പുളിങ്കറി പോലെ നിങ്ങൾക്ക് തോന്നും, പക്ഷേ അല്ല, ഒരു പ്രത്യേക സ്വാദാണ്. ആ ഒരു ശർക്കരയൊക്കെ ചേർത്ത് തന്നെ ചെയ്യുക കേട്ടോ, അപ്പോഴാണ് ശരിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടുക. നല്ലൊരു ഫ്ലേവറാണ് അതിന്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മത്തങ്ങ കൊണ്ടും കുമ്പളങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.